അരി അരയ്ക്കുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡലി ഉണ്ടാക്കിയാലോ. അതും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ. ചില ദിവസങ്ങളിൽ നമ്മൾ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ അരി വെള്ളത്തിലിടാൻ മറന്നു പോകില്ലേ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഉലുവയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ഉഴുന്നും ഉലുവയും എടുക്കുമ്പോൾ നിങ്ങൾ വേണം വിചാരിക്കും ഇത് ഒരുപാട് സമയം കുതിരേണ്ടതെന്ന്. വെറും 1 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രി 7 മണിയായപ്പോഴാണ് ഞാനിത് വെള്ളത്തിലിട്ട് എടുക്കുന്നത്. ഇനി നമുക്കൊരു 8 മണിയാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുതിരാൻ വെച്ച വെള്ളം നോക്കുമ്പോൾ ഇപ്പോൾ 1/2 കപ്പ് വെള്ളമുണ്ട് കേട്ടോ. അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പൊന്നിയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ചോറ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് അളവിലുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പുട്ടുപൊടി ആദ്യം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 കപ്പ് കൂടെ എടുത്തിട്ട് ഞാൻ 1/2 കപ്പ് അളവിലുള്ള പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരു രീതിക്ക് നിങ്ങൾ എടുത്തു കൊടുക്കുക. അപ്പോൾ അത് ഞാൻ 1/2 കപ്പ് ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നമുക്ക് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. കാരണം ഇതിനകത്ത് കട്ട ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിസ്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വെള്ളം പോരാതെ വരും. ഇപ്പം നമ്മൾ 1 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുത്തു കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇനി ബാക്കിയും കൂടെ വെള്ളം നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ഒരല്പം കൂടെ തിക്കായിട്ട് തന്നെയാണ് ഈ മാവിരിക്കുന്നത്. ഇനിയും ഇതിനകത്തേക്ക് വെള്ളം ആവശ്യം വരും. കാരണം നമ്മൾ പുട്ടുപൊടി ചേർത്തുകൊണ്ട് വെള്ളം നന്നായിട്ട് ഈ പുട്ടുപൊടിക്കകത്ത് അബ്സോർബ് ആകും. അപ്പോൾ അതിനു വേണ്ടി ഇതിനെയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതേ നോക്കൂ, 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടും വീണ്ടും ഇതുപോലെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അല്പം കൂടെ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു 1/4 കപ്പിലും താഴെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതായത് കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതേ നോക്കൂ, ഞാൻ ഇനി ഒരു 1/4 കപ്പ് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മൊത്തമായിട്ട് 2.5 കപ്പ് അളവിലുള്ള വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. രാവിലെ ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നോക്കൂ, രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട് രാവിലെ. ഇത് അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ അരി ഉഴുന്ന് അരച്ച് വെക്കുന്ന പോലെ ഓവറായിട്ട് പൊങ്ങി പോകത്തൊന്നുമില്ല കേട്ടോ ഈ മാവ്. പക്ഷെ നല്ല ഫ്ലഫി, നല്ല സോഫ്റ്റായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഇഡ്ഡലിത്തട്ടിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു സ്റ്റീമറിലേക്ക് തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് കാണണം. ഇത് നോക്കൂ, നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ എത്ര പെട്ടെന്നായി നോക്കൂ. നല്ല അടിപൊളി ഇഡലിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനൊരു പൊട്ടുകടല സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഒത്തിരി ലെങ്തി ആവുന്നുണ്ട് വീഡിയോ. അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ കൂട്ടുകാർ
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി കാണാം. എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കും.